സിനിമ ഇറങ്ങി ഇന്നലെ കുറെ റിവ്യൂസ് വന്നു. അപ്പൊ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ സുരേഷ് ഏട്ടന്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പൊ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ നേരം? അവനോട് പോയില്ലേ, വന്നിട്ടില്ലേ, പുള്ളി ഖത്തറില. അതിന് ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ ഒരു അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിലെ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ സാർ കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറരുത് എന്നോട്. സിനിമയിൽ നമ്മൾ വല്ല ഒരു സീനിയറും അസിസ്റ്റന്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണുക. അത് മാത്രമേ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൗതമിന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലും ഉണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതമിന്, അല്ല ഗോകുലിന്. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ മമ്മൂക്കാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പുത്തൻ ബൈക്കാണ് മേടിച്ചു കൊടുത്തത്. ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തത് മമ്മൂക്ക ഒരു സിനിമയോട് കാണിച്ചൊരു സന്നദ്ധതയെ പറ്റിയാണ്. ഇപ്പം രേഖാചിത്രം എന്നുള്ളൊരു സിനിമ മമ്മൂക്ക എന്ന ഒരു നടന്റെ ഒരു എസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം മമ്മൂക്ക തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് എത്ര ആളുകളുടെ ഗുഡ് വില്ലിനെ ബാധിക്കാം. മമ്മൂക്ക തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം, ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിനകത്ത് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിനു വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്നുള്ള വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരുന്നു? അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞില്ല, അന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കഥ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റാതെ വളരെ ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ, അത്രേ ചെയ്തിട്ടുള്ളൂ. 89 ഇറങ്ങിയ പടമല്ലേ, അതിനെപ്പറ്റി ഇപ്പം എന്ത് ചോദിക്കാൻ? അത് പറ്റിയതൊക്കെ പറ്റി കണ്ടു നോക്കുക, അതിനെപ്പറ്റി ഞാനിത് പറയണം. പക്ഷെ കാണാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ, അല്ല സിനിമയിൽ തിയേറ്ററിൽ കാണാത്തവർക്ക് ചിലപ്പോൾ ഒരു പറയാനൊക്കെ ഇവിടെ കുറേ എണ്ണം ഇറങ്ങി പോകണ്ടല്ലോ. അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന മമ്മൂക്കാനോട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറയുന്നത് ഇന്റർവ്യൂ. പക്ഷെ അത് ചെയ്യാം, പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ടെന്നാണ് നമുക്കൊന്ന്. ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പ്രേക്ഷകരുടെ കയ്യിൽ നല്ലൊരു കയ്യടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു. അതെങ്ങനെയായിരുന്നു ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ അത് ആദ്യം വേണ്ട എന്ന് പറയുന്നു, മമ്മൂക്ക ആദ്യം വേണ്ട എന്ന് പറയും, പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ, അന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചങ്ങ് ചെയ്തു പോയതാണ്. അത് വളരെ, അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്ററെ കാലും കൈയും പിടിച്ച്. അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അതൊരു ഫാൻ ബോയ് മൂമെന്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് സാർ ഡൊമിനിക് ആയിട്ട് പറയും. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ആർക്കും ഇഷ്ടമില്ലാത്ത സിനിമ എന്തെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഡാൻസ് വിളിക്കും. ഇപ്പോൾ നമുക്ക് ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ജീവിയം. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചെന്നാ കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ എന്തായിരുന്നു? ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ, അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയായിരുന്നു അത്. അന്നൊരു 10-20 വർഷമായി കാണും അല്ലേ, 2005. 20 വർഷം കൃത്യം. അതിനു മുമ്പ് എഴുതിയ കഥ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ടിരുന്നു. പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പൊങ്ങുന്നത്. പക്ഷെ നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ല, ഇയാളെ സസ്പെൻഡഡാണ്. റിട്ടയറിംഗ് പോലീസ്. അന്നേ റിട്ടയർമെന്റാ നമ്മൾ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി നടക്കുമോ? അത് എങ്ങനെയാ? സാധ്യതയുണ്ടോ?
ഇനിയിപ്പോ പുള്ളി അത് ഇനി ചകഞ്ഞെടുത്ത് വേറെ കഥകളുണ്ടല്ലോ, കഥയ്ക്കൊന്നും പഞ്ഞുമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതോടെ പോയതെ തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ, പുള്ളി പോയിട്ടില്ല. എന്റെ പുള്ളിയെ പോയത്, പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ ഞാൻ തിരിച്ചു വിളിക്കേണ്ടത്. കഥ കേട്ടവരുടെ പുള്ളി ബസ് കയറി എന്നാ പറഞ്ഞത്. മമ്മൂക്ക അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇംപ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാവാം.